നമസ്കാരം. ഞാൻ ബിനു മുനിപ്പള്ളി. 2024 നവംബർ 8 വെള്ളിയാഴ്ച. മലയാളത്തിൻ്റെ മഹാകവി ശ്രീ ചങ്ങമ്പുഴയുടെ ഓർമ്മകൾ മനസ്സിൽ ഉണർത്തുന്ന ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഇമാ മാസികയിലെ എഴുത്തുകാർ ആദ്യമായി ഒത്തുചേർന്നപ്പോൾ അത് ഓർമ്മയിലെന്നും ഒരു നിധി പോലെ കാത്തുവയ്ക്കാനാവുന്ന കുറേയേറെ ധന്യ നിമിഷങ്ങളെ സമ്മാനിച്ചു. രാവിലെ 10 മണിക്ക് ഇമാ ചീഫ് എഡിറ്റർ ശ്രീ രേഖ വെള്ളത്തൂവലിൻ്റെ സ്വാഗത പ്രസംഗത്തോടെ തുടങ്ങിയ കാര്യപരിപാടികൾ പോലീസ് അക്ഷരദീപം ചീഫ് അഡ്മിൻ ശ്രീ ജോസഫ് സാർഥോ ഉദ്ഘാടനം ചെയ്തു. പാലാ സെൻറ് തോമസ് കോളേജിലെ ഡോക്ടർ തോമസ് സ്കറിയയുടെ വിഷയാധിഷ്ഠിതമായ മുഖ്യ പ്രഭാഷണത്തിനു ശേഷം ആശംസാ പ്രസംഗങ്ങളുമായി ശ്രീ പ്രേംനാഥ് മോർവള്ളിൽ, ശ്രീമതി ശ്യാമിലി പ്രവീൺ എന്നിവർ വേദിയിലെത്തി. അങ്ങ് വടക്ക് പയ്യന്നൂർ മുതൽ ഇങ്ങു തെക്ക് നെയ്യാറ്റിൻകര വരെയുള്ള വിവിധ നാടുകളിൽ നിന്നെത്തിയ എഴുത്തുകാർ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അതുവരെ ഇമയുടെ താളുകളിലെ ആ കൊച്ചു ചിത്രങ്ങളിലൂടെ മാത്രം കണ്ട് പരിചയപ്പെട്ട ആളുകൾക്ക് അതൊരു വേറിട്ട അനുഭവമായി. ശേഷം മലയാള കഥാലോകം പിന്നിട്ട വഴികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ച ശ്രീ സുരേഷ് തെക്കീട്ടിൽ നയിച്ചു. തുടർന്ന് ശ്രീ ബിനു മുനിപ്പള്ളി കവിതയും കാലവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രഭാഷണം നടത്തി. ഉച്ചഭക്ഷണത്തിന് ശേഷം ശ്രീ സുരേഷ് തെക്കീട്ടിൽ വിശിഷ്ട അതിഥികളെ ആദരിച്ചു. ശേഷം ശ്രീ ജോൺ ജേക്കബിൻ്റെ പൂണ്ടുവിളയാടൽ എന്ന പുസ്തകം ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട് പ്രകാശനം ചെയ്തു. ശ്രീ എസ് കല്ലാറിൻ്റെ വിചിന്തനം എന്ന നുറുങ്ങു കവിതാ സമാഹാരവും ചടങ്ങിൽ പ്രകാശനം ചെയ്യപ്പെട്ടു. തുടർന്ന് ഓടക്കുഴൽ വിളിയും മലയാള സിനിമാ ഗാനങ്ങളും സമാസമം കോർത്തിണക്കി പാട്ടില കവിത എന്ന വിഷയത്തിൽ ശ്രീ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് പ്രഭാഷണം നടത്തി. വൈകുന്നേരം മാനത്ത് കാർമേഘങ്ങൾ കനം വെച്ചു തുടങ്ങിയപ്പോൾ ദേശീയ ഗാനത്തോടെ ഒരു പകൽ മുഴുവൻ നീണ്ട ഏറെ പുതു സൗഹൃദങ്ങളെ സമ്മാനിച്ച ആ ലളിത സുന്ദര ഇമാ സംഗമം സമങ്കളം പര്യവസാനിച്ചു. സംഘാടകർക്ക്, പ്രത്യേകിച്ച് ശ്രീ രേഖ വെള്ളത്തൂവലിനും ശ്രീ ജോൺ ജേക്കബിനും അകം നിറഞ്ഞ നന്ദി. സ്നേഹപൂർവ്വം ബിനു മുനിപ്പള്ളി. ഈ സംഗമത്തിൽ ശ്രീ ബിനു മുനിപ്പള്ളി കവിതയും കാലവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ പ്രഭാഷണത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഇപ്പോൾ കാണാവുന്നതാണ്. അറിയാമെങ്കിൽ വിളിച്ചു പറയണമെന്നില്ല, കൈപൊക്കിയാൽ മതി കേട്ടോ. നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്നതിൽ എത്ര ആളുകൾക്ക് ശ്രീ കൊളത്താപ്പള്ളി പോതായൻ നമ്പൂതിരിയെ അറിയാം? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കും. കൊളത്താപ്പള്ളി പോതായൻ നമ്പൂതിരി അറിയാം. ഒരു സൂചന കൂടി ഞാൻ പറയാം. KPNS എന്ന പേര് എത്ര പേര് കേട്ടിട്ടുണ്ടാവും? KPNS കേട്ടിട്ടില്ല അല്ലേ? 2-3 പേര് കേട്ടിട്ടുണ്ട്. ഇനി കേൾക്കാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറഞ്ഞാൽ KPNS പൽപ്പൊടി എന്നിപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതാണ് കൊളത്താപ്പള്ളി പോതായൻ നമ്പൂതിരി സാറിന്റെ പൽപ്പൊടി, അല്ലെങ്കിൽ നമ്മുടെ നമ്പൂതിരിപ്പൊടി എന്നൊക്കെ നമ്മൾ എളുപ്പത്തിൽ പറയുന്ന ഒരു സാധനം. അപ്പൊ ഈ വൈകിയ സമയത്ത്, ഞാൻ ഈ 1 മണി വരെയുള്ള സമയത്താണ്, ഈ സമയത്ത് ഈ കവിതയെ പറ്റി സംസാരിക്കാൻ വന്നിട്ട് പൽപ്പൊടിയെ പറ്റി സംസാരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, അല്ല ഓർക്കുന്നുണ്ടാവും. ഞങ്ങളൊക്കെ പല്ലൊക്കെ തേച്ച് നല്ല ഫ്രഷായിട്ട് വന്നിരിക്കുകയാണല്ലോ. അതല്ല, ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് ആ പൽപ്പൊടി കണ്ടിട്ടുള്ളവർ അല്ലെ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, അന്നത്തെ ആ പൽപ്പൊടിയുടെ പാക്കറ്റ്, അത് വന്നിരിക്കുന്ന ടിന്ന് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഏറ്റവും മോശം ക്വാളിറ്റിയിലുള്ള ടിന്നിലായിരുന്നു അത് വന്നിരുന്നത് അല്ലേ? പലപ്പോഴും അതിൻ്റെ ടിന്നിൻ്റെ അടപ്പ് പാകമാവില്ല, അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിരിക്കും. അതിന് വളരെ ലോ ക്വാളിറ്റിയിലുള്ള ഒരു പേപ്പർ കവറൊക്കെ ആയിട്ടാണ് ഈ പൽപ്പൊടി വന്നിരുന്നത്. പക്ഷേ അതിനുള്ളിലുള്ള പൊടി എന്ന് പറയുന്ന സാധനം വളരെ വളരെ ക്വാളിറ്റി കൂടിയ, ഉപയോഗിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇപ്പോഴും സമ്മതിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാലം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈ പൽപ്പൊടി അന്ന് കിട്ടിയിരുന്നത് ഏറ്റവും ചെറിയ പെട്ടിക്കടകളിലാണ് കിട്ടിയിരുന്നത്. അതിനപ്പുറത്തേക്കുള്ള കടകളിലൊന്നും അത് അവൈലബിൾ അല്ലായിരുന്നു. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എന്തെങ്കിൽ അവരതിൻ്റെ ടിന്നൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തു. കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ടിന്നിലാക്കി നല്ല രീതിയിൽ അതിനെ പാക്ക് ചെയ്തു. ഇനിയും കുറച്ച് കാലം കൂടെ കഴിഞ്ഞപ്പോൾ അവർ ടൂത്ത് പേസ്റ്റിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KPNSന്റെ ബ്രാൻഡിൽ പൽപ്പൊടിയുണ്ട്, കർപ്പൂരം ചേർത്ത പൽപ്പൊടിയുണ്ട്, എക്സ്ട്രാ സ്ട്രോങ് പൽപ്പൊടിയുണ്ട്, ടൂത്ത് പേസ്റ്റ് ഉണ്ട്, അതിൽ തന്നെ ജെല്ലുണ്ട്, മെസ്വാക്ക് ഉണ്ടാക്കുന്ന ഒരുപാട്. അതായത് കാലത്തിനനുസരിച്ച് ആ ഒരു പ്രൊഡക്റ്റ് മാറി മാറി വന്നുകൊണ്ടിരുന്നു. അഥവാ അങ്ങനെ മാറി വന്നത് കൊണ്ടാണ് ഇന്നും നമ്മുടെ നാട്ടിൽ അത് പ്രശസ്തമായിട്ട് നിലനിൽക്കുന്നത്.
ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഒരു മാറ്റം കാലത്തിൻ്റെ അനിവാര്യതയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കവിതകളും വേണമെങ്കിൽ. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇതുമായി. ഏകദേശം 30-40 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കവിതകൾ എടുത്താൽ അന്നത്തെ കവിതകൾ വൃത്തവും അലങ്കാരവും അല്ലെങ്കിൽ ലക്ഷണവും ഒക്കെ തികഞ്ഞ കവിതകൾ വാണിരുന്ന ഒരു കാലമാണ് ഒരു 30-40 വർഷം മുൻപ്. അപ്പോൾ അവിടെ ഗുരുവും ലഘുവും ഒക്കെ നോക്കി കൃത്യമായിട്ട് കവിതകൾ എഴുതിയിരുന്ന അല്ലെങ്കിൽ അത്തരം കവിതകളെയും ഒക്കെ സാംസ്കാരിക ലോകത്തെ ഒരു വരേണ്യ വർഗമായിട്ടും വരേണ്യ രീതിയായിട്ടും ഒക്കെ കണ്ടിരുന്ന ഒരു കാലമാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഈ കവിതകൾ, അതായത് അത്തരം കവിതകളിൽ നിന്നും പിന്നീട് നമ്മുടെ കുറച്ചും കൂടെ മാറി. ആ കവിതകളിലേക്ക് മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കവിതകൾ കൂടുതൽ പ്രശസ്തമായി. അവിടെ 2 തരത്തിലുള്ള കവിതകൾ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ വിപ്ലവ കവിതകളും, 2 പ്രണയനഷ്ട കവിതകൾ. ഇതിലെ വിപ്ലവ കവിതകളിൽ നിന്നും ആശയം ഉൾപ്പെട്ട് ഒരുപാട് ആളുകൾ ആ വിപ്ലവ കവിതകളൊക്കെ ചൊല്ലി നമ്മുടെ ക്യാമ്പസുകളെ പുളകം കൊള്ളിച്ചിട്ടുണ്ട്. ചില സംഘടനകളൊക്കെ തന്നെ അതിനകത്ത് ഒരുപാട് ഊർജ്ജം ഉൾക്കൊണ്ട് വളർന്നിട്ടൊക്കെ. പ്രണയ കവിതകളിലേക്ക് വന്നാൽ പ്രണയ കവിതകളും നഷ്ടപ്രണയവും ഒക്കെ പാടി നമ്മുടെ ക്യാമ്പസുകളെ ശോകാന്തരമാക്കിയ ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് കവിതകൾ മുമ്പോട്ട് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരുതരം അരാജകവാദവും അരാഷ്ട്രീയവാദവും ഒക്കെ കവിതകളിലേക്ക് കടന്നു പോകും. അതും കൂടുതലും ക്യാമ്പസുകളിൽ. അന്നത്തെ കവിതകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ മയക്കുമരുന്നുകളുടെ പേരുകൾ ഉൾപ്പെട്ട ചില കവിതകളും ഒക്കെ വളരെ പ്രശസ്തമായിട്ടുണ്ട്. പിന്നീട് അത് എഴുതിയ വളരെ പ്രശസ്തനായിട്ടുള്ള കവി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് എഴുതേണ്ടതായിരുന്നു, അത് വേണ്ടിയിരുന്നില്ല. പക്ഷെ അത് ആ കാലത്തിന്റെ ആവശ്യമായിരുന്നു, അല്ല കാലത്തിന്റെ അനിവാര്യതയായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന ക്യാമ്പസുകളിൽ നിന്നും കവിതകൾ പുറത്തേക്ക് വന്നപ്പോൾ പിന്നെ കുറേ കാലങ്ങളിലേക്ക് ഈ കവിത ഇങ്ങനെ എന്താ പറയുക സ്വച്ഛമായി ഒഴുകി നീങ്ങിക്കൊണ്ടിരുന്നു. വളർച്ചയില്ല എന്നുള്ളതല്ല, അതിൻ്റെതായ വഴികളിൽ നല്ല രീതിയിൽ അതിങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഒരു കഥാപ്രസംഗ കലയൊക്കെ നമ്മളിലേക്ക് കയറി വന്നത്. അവിടെ സാംബശിവൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കഥാപ്രസംഗങ്ങളിൽ ഈ കവിതകളെയൊക്കെ അല്ല കവിതാരൂപത്തിലുള്ള പാട്ടുകളെയൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു പക്ഷെ അന്നത്തെ സമൂഹത്തിൽ കഥാപ്രസംഗത്തിന്റെ പ്രശസ്തി അല്ലെങ്കിൽ പ്രസക്തിയൊക്കെ നമുക്ക് എന്താണെന്ന് അറിയാം. അതൊക്കെ കവിതകളുടെ വളർച്ചയ്ക്ക് ഒരുപാട് വളർച്ച. ഇതും കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നപ്പോഴാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്ന ഗദ്യ കവിതകളുടെ രംഗപ്രവേശം. മുമ്പുണ്ടായിരുന്നില്ല എന്നുള്ളതല്ല, മെയിൻ സ്ട്രീമിലേക്ക് അത് വന്നു. അപ്പൊ ഗദ്യ കവിതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഗദ്യ കവിതകളെ സംബന്ധിച്ചിടത്തോളം ബിംബങ്ങളും പ്രതിബിംബങ്ങളും ഒക്കെ ഒരുപാട് നിറച്ച കവിതകളാണ്. അതൊരിക്കലും മോശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് ജനകീയത കുറവായിരുന്നു എന്ന് പറയാം. കാരണം താളബദ്ധമായിട്ട് അത് ചൊല്ലാനുള്ള ബുദ്ധിമുട്ടും. പിന്നെ ഗദ്യ കവിതകളുടെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പക്ഷേ ബിംബങ്ങൾ നിറച്ചതുകൊണ്ടാവാം അത് അത്ര ജനകീയമല്ലാതെ പോയത്. അപ്പൊ അതിനുശേഷം ഗദ്യ കവിതകളും വന്നു. അതിനുശേഷമാണ് ഇപ്പോ സ്വൽ കവിതകൾ എന്ന് പറയുന്ന ഒരു ശ്രേണിയിലൂടെ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ അലങ്കാരങ്ങളും വർണ്ണനകളും ഒക്കെ കൃത്യമായി നോക്കി വൃത്തവും ഒക്കെ നോക്കി എഴുതുന്ന നമ്മുടെ യാഥാസ്ഥിതിക കവികളെ അല്ലെങ്കിൽ ആ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വൽ കവിതകൾ എന്ന് പറയുന്നത് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം, ഈ സ്വൽ കവിതകളെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കവിയുണ്ട്. ആരാണ്? ഈടത്തിൽ ചൊല്ലാൻ പറ്റുന്ന കവിതകൾ എന്ന് പറയുന്നത്, ഈ സ്വൽ കവിതകൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രയോഗ രീതി അല്ല. ഇത് ഒരു തരത്തിൽ അത്തരം കവിതകളെ രണ്ടാം കിടയായിട്ട് രണ്ടാം കുടിയായിട്ട് കണ്ടെത്തിയ അല്ലെങ്കിൽ കാണുന്ന ആളുകൾ യൂസ് ചെയ്തിരുന്ന ഒരു വാക്കാണ് ഈ സ്വൽ കവിതകൾ. അദ്ദേഹം ആ ഒരു ശ്രേണിയിൽ വന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള കവി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ശ്രീ മുരുകൻ കാട്ടാക്കട. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വേദനാജനകമായ ഒരു സംഭവം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, സമയം പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ. അദ്ദേഹം പറഞ്ഞ ഇതാണ്, നമ്മളുടെ ഒരു ചാനലിൽ വളരെ പ്രശസ്തമായ ഒരു കവിതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു ഷോ നടന്നിരുന്നു. ഓക്കെ, ആ ഷോയിൽ വളരെ പ്രശസ്തരായ ഒരുപാട് കവികളാണ് ജഡ്ജസ് ആയിട്ട് വന്നിരുന്നത്. അതിലൊരിക്കൽ ശ്രീ മുരുകൻ കാട്ടാക്കടയെ ജഡ്ജായിട്ട് ക്ഷണിക്കുകയും സ്പെഷ്യൽ ജഡ്ജായിട്ട്